വത്തിക്കാനിലെ സിസ്റ്റേൺ ചാപ്പലിന്റെ പുകക്കുഴലിൽ നിന്ന് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രി 9:40 വെളുത്ത പുകയുയർന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയ്ക്ക് 267ാമത്തെ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ലിയോ 14 എന്നറിയപ്പെടാൻ പോകുന്ന കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ്. കോൺക്ലേവിലെ 2ാം ദിനത്തിൽ 4ാം റൗണ്ട് വോട്ടെടുപ്പിലാണ് പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നത്. വെളുത്ത പുക ഉയർന്നതിനു പിന്നാലെയുള്ള കാത്തിരിപ്പിനൊടുവിൽ പുതിയ പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലെത്തി സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ കാത്തിരുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ കണ്ട് സമാധാനം നിങ്ങളോടുകൂടി എന്ന അഭിസംബോധന നടത്തി. La pace sia con tutti voi. ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രധാന കാലഘട്ടം സൗത്ത് അമേരിക്കയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന അദ്ദേഹത്തിന് യുഎസിലും പെറുവിലും ഇരട്ട പൗരത്വമുണ്ട്. 2 ഇടങ്ങളിലും ഇദ്ദേഹം ബിഷപ്പായും സേവനമനുഷ്ഠിച്ചിരുന്നു. 2004 ഏപ്രിലിൽ ഇദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. കൊച്ചിയിലെ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിൽ ഏതാനും ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിഷ്കാരങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ അദ്ദേഹവും പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ.